നിന്റെ പ്രയത്നം കർത്താവിൽ അർപ്പിക്കുന്നു, നിന്റെ പദ്ധതികൾ ഫലമണിയും എന്ന് വചനം പറയുന്നു. പക്ഷെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നോക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും അങ്ങനെ കണ്ടെത്താൻ കഴിയുന്ന വരത്തില്ല. കാരണം പ്രാർത്ഥിക്കുന്ന നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പലപ്പോഴും നടക്കാത്ത പോലെ പലരുടെയും ജീവിതത്തിൽ നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയും. പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ തിന്മയ്ക്ക് വേണ്ടി അവിടുന്ന് ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടുന്ന് നമ്മുടെ നന്മ മാത്രം ആഗ്രഹിക്കുന്നത് കൊണ്ട് നമുക്ക് ഒരിക്കലും നിത്യജീവൻ ഉപകാരപ്പെടാതെ ഒന്നും പ്രധാനമായി അവിടുന്ന് ചെയ്തില്ല. എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനമായി അവിടുന്ന് നമ്മുടെ ആത്മരക്ഷയ്ക്ക് ആവശ്യമായ കാര്യം ആണ് നോക്കുന്നത്. രണ്ടാമതാണ് നമ്മുടെ മാനസികതയും ശാരീരികതയും ഒക്കെ അവിടുന്ന് നോക്കുന്നത്. അപ്പോൾ കർത്താവിൽ പ്രത്യാശ അർപ്പിച്ച് നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ പദ്ധതികൾ തീർച്ചയായും ഫലമണിയും, അവിടുന്ന് നമ്മെ വിജയിപ്പിക്കുകയും ചെയ്യും. പക്ഷെ അത് നിത്യജീവനുകൂടെ ഉപദ്രവമില്ലാത്ത വിധത്തിൽ ആയിരിക്കും എന്നതാണ്